നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മരണകാരണമായേക്കാവുന്ന അത്യാഹിതങ്ങളിൽ മുൻനിരയിലാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ സ്ഥാനം. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുകയോ പൊട്ടുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. സ്ട്രോക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതോടൊപ്പം തന്നെ സ്ട്രോക്കിനെ അതിജീവിക്കുന്നവരിൽ ഉണ്ടാവാനിടയുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും നിരവധിയാണ്. ഇന്ന് സ്ട്രോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മേരി ആൻ ചേരുന്നു. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാം. ഡോക്ടർ, ഇപ്പോൾ സ്ട്രോക്ക് എന്താണ് എന്നൊരു പൊതുധാരണ ആളുകൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ഒരു അസ്വസ്ഥത വരുമ്പോൾ അത് സ്ട്രോക്കിൻ്റേതാണ് എന്ന് തിരിച്ചറിയാൻ പല ആളുകൾക്കും കഴിയാറില്ല. ഇത്തരത്തിൽ ചികിത്സയ്ക്ക് വൈകി എത്തുന്ന നിരവധി ആളുകളെ ഡോക്ടർ നിത്യേന എന്നോണം കാണുന്നുണ്ടാവും. ഇപ്പോൾ ഡോക്ടറുടെ അനുഭവത്തിൽ ഈ അസുഖത്തെ എങ്ങനെയാണ് വിശദമാക്കുക? ഈ ചികിത്സയ്ക്ക് എത്തുക എന്നുള്ളത് സമയം എത്രത്തോളം പ്രധാനമാണ്? അപ്പം നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിടപ്പിലായി പോകുന്ന അവസ്ഥയാണ് പലർക്കും സ്ട്രോക്ക് വന്ന് കഴിയുമ്പോൾ കാണാറുള്ളത്. എന്നാൽ നമുക്ക് കറക്റ്റ് സമയത്തിന് ഇതിന് ചികിത്സ നേടാൻ സാധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം 1 മിനിറ്റിൽ തന്നെ നമ്മുടെ ന്യൂറോണുകൾ 19 ലക്ഷം ന്യൂറോണുകളാണ് നശിച്ചു പോകുന്നത്. ഈ ന്യൂറോണുകൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊലി റീജനറേറ്റ് ചെയ്യുന്ന പോലെ ന്യൂറോണുകൾ ഒരിക്കലും തിരികെ വരികയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് രക്തം തിരിച്ചെത്തുന്ന ഒരു സന്ദർഭം സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആ പേഷ്യൻറ്റിനെ നമുക്ക് റിക്കവറിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് അതുകൊണ്ടാണ് വളരെ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് എത്തിക്കുക എന്നതിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ രോഗിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ ഒരു മരണത്തെ അതിജീവിച്ചാൽ പോലും സ്ട്രോക്ക് വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ട് ആൾക്ക് ഉണ്ടാവാനിടയുള്ള ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നോർമലി എന്താണ് സിംറ്റംസ് എന്നുള്ള ഒരു വശം തളരുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം തളർന്നു വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറി നേടാൻ നമുക്ക് ഒരു സമയം വേണ്ടി വരും, പരിധി. അപ്പോൾ നമ്മളത് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് റിക്കവറി എടുക്കാനായിട്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പി മുതലായ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അതിന് ശേഷമുള്ള തുടർ ചികിത്സയും സ്ട്രോക്കിൽ നിന്നുള്ള റിക്കവറിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതുകൂടാതെ പിന്നീട് സ്ട്രോക്ക് വരാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ചികിത്സയ്ക്ക് ശേഷം നമ്മൾ ആൻറ്റിപ്ലേറ്റ്ലേറ്റായ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ എന്നിവ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനി ഫർദർ സ്ട്രോക്ക് വരാണ്ടിരിക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഡോക്ടർ, നമുക്ക് ചികിത്സയിലേക്ക് വിശദമായിട്ട് തിരിച്ചെത്താം. തിരുവനന്തപുരത്ത് നിന്ന് പ്രസന്നകുമാർ എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ 70 വയസ്സുണ്ട്. എനിക്ക് 70 വയസ്സുണ്ട്. എനിക്ക് അടുത്ത കാലത്ത് ഒരു തലച്ചുറ്റ് വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പരിശോധന കാര്യമായിട്ട് നടത്തി MRI ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒരാഴ്ചത്തെ മരുന്ന് തന്നു. ഞാനത് കഴിച്ച് തിരിച്ചു പോന്നു. ആ തലച്ചുറ്റ് മാറി. പക്ഷേ ഇപ്പോൾ ഞാൻ ചരിഞ്ഞ് കിടന്നാൽ എൻ്റെ വായുടെ ഇടത് ഭാഗത്തൂടെ ഞാൻ അറിയാതെ നീരൊലിച്ചു പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ഉണ്ടായതിനു ശേഷം പുതിയതായിട്ട് നോട്ടീസ് ചെയ്തതാണോ അത്? എന്താ? ഈ തലകറക്കത്തിന് ശേഷമാണോ ഇതുണ്ടായത്? അതെ 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 അതെ. ഓക്കെ. അതിൽ നോർമലി നമുക്ക് ഈ തലകറക്കം വന്ന് സ്ട്രോക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഈ ഫേഷ്യൽ വീക്ക്നെസ്, അതായത് നമ്മുടെ മുഖത്തിൻ്റെ വീക്ക്നെസ് വരുമ്പോഴാണ് നോർമലി വെള്ളമൊലിക്കുന്ന ഒരു പ്രതിഭാസം കണ്ടുവരാറുള്ളത്. അപ്പോൾ ഒന്നുകൂടി എനിക്ക് തോന്നുന്ന ഒരു ഫോളോ അപ്പ് വേണ്ടി വന്നേക്കാം. കാരണം ഇനീഷ്യൽ MRI നമ്മൾ ചിലപ്പോൾ ഈ പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്ക് എന്നാണ് പറയുക.
അപ്പോൾ അത് ചിലപ്പോൾ ആ ഫസ്റ്റ് MRIയിൽ തെളിയണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിംറ്റം പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടിയും താങ്കളുടെ ഡോക്ടറെ ഒന്ന് കണ്ട് അതൊന്ന് കൺഫേം ചെയ്താൽ നല്ലതായിരിക്കും. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കണു. ചാലക്കുടിയിൽ നിന്ന് ഷിബു കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, അത് സ്റ്റോക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 7 മാസമായി. ഫിസിയോതെറാപ്പി ചെയ്തതായിട്ടില്ല. പറഞ്ഞോളൂ. ഇത് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്താൽ ഇത് പഴയ പടിയാവോ? അതല്ല, നോർമലി നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ആ ബലക്കുറവ് മാറിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ പഴയപടി ആവുകയില്ല. വളരെ റെയറായി സ്ട്രോക്ക് കഴിയുമ്പോൾ നമുക്ക് സ്പാസ്റ്റിസിറ്റി എന്നൊരു പ്രതിഭാസം ഉണ്ടാവാം. അത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ആ സ്ട്രോക്ക് വന്ന് തളർന്ന ഭാഗത്ത് ചെറിയൊരു സ്റ്റിഫ്നെസ് പോലെ അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ സ്പാസ്റ്റിസിറ്റി ചിലപ്പോൾ മോശമായി നമുക്ക് ഒരു തളർച്ച വരുന്ന പോലെ അനുഭവപ്പെടാം. അപ്പോൾ അത് കറക്റ്റ് ആവുന്നത് വരെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നോർമൽ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണ പഴയപടി ആവുകയില്ല. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതിനോട് ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ സ്ട്രോക്കിനെ അതിജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്നാണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ചികിത്സകളൊക്കെ ആരംഭിക്കേണ്ടത്? ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളോളം ബെഡ് റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം നമുക്കുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി പോലുള്ള ആക്ടിവിറ്റികളിലേക്ക് തിരിയുന്നതായിരിക്കില്ലേ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എളുപ്പമാകാം? പക്ഷെ നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചികിത്സ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫിസിയോതെറാപ്പി ലേറ്റ് ആവും തോറും മുൻപറഞ്ഞ സ്പാസ്റ്റിസിറ്റി പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ഇത് തടയുന്നതിന് ഫിസിയോതെറാപ്പി എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓരോ ഭാഗത്ത് വരുന്ന സ്ട്രോക്ക് അനുസരിച്ച് നമുക്ക് വരുന്ന ബലക്കുറവിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു കാർഡിയാക് പ്രശ്നം കാരണം വന്നു സ്ട്രോക്ക് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോടും കൂടി അന്വേഷിച്ചതിന് ശേഷം ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. വ്യക്തമാണ്. ഡോക്ടർ, നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് സബിത എന്ന പ്രേക്ഷകയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനായിരുന്നു. എൻ്റെ തലയുടെ ഇടത്ത് വശത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഇങ്ങനെ ഭയങ്കര വേദന ഉള്ളില്. അതേപോലെ തന്നെ ചിലപ്പോൾ അത് ആ സൈഡിലേക്ക് ഫുള്ളായിട്ട് വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. ചിലപ്പോ മാത്രം ഇല്ലാണ്ടുള്ളൂ. നെറ്റിയുടെ ഭാഗമല്ല, തലയുടെ പുറകുവശ വേദന. ഓക്കെ, എന്ന് വെച്ചാൽ അതെപ്പോഴും സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം എന്നില്ല. കാരണം നമുക്ക് വേറെ കാരണം കൊണ്ടും തലവേദന പ്രത്യക്ഷപ്പെടാം. എന്നുവെച്ചാൽ ചില തലവേദനകൾ, മൈഗ്രെയിൻ പോലത്തെ തലവേദനകൾ അത് കാരണമായേക്കാം. പിന്നെ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ശരിക്കും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിലനിൽക്കുന്നൊരു തലവേദനയാണെങ്കിൽ തികച്ചും ഒരു CT എന്തെങ്കിലും ചെയ്ത് എന്താണ് അസുഖം എന്ന് നിർണ്ണയിക്കുന്നത് നല്ലതായിരിക്കും. സബിത, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. കോഴിക്കോട് നിന്ന് പ്രസന്നകുമാരൻ എന്ന പ്രേക്ഷകരുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ സർ, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് പിന്നെ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പൊ പിന്നെ വീണ്ടും പിന്നെ അവിടുന്ന് ചില ഡോക്ടർമാരെങ്കിലൊക്കെ പറഞ്ഞ വളരെ ശ്രദ്ധിക്കുന്നതിന് പിന്നെ വീണ്ടും വന്നാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ്. അത് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടോ വന്ന ആൾക്കാർ? അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 100 ആള് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോ വീണ്ടും പ്രത്യക്ഷപ്പെടാം. അപ്പൊ നമ്മളത് കറക്റ്റായിട്ട് എന്താണ് കാരണം എന്ന് നോക്കണം. പിന്നെ ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ കാർഡിയാക് കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ റിപ്പീറ്റ് സ്ട്രോക്സ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ, ഷുഗർ മുതലായവ കൺട്രോൾ ആവാതിരിക്കുക, BP കൺട്രോൾ ആവാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ
പിന്നെ നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ അത് വരാണ്ടിരിക്കാനുള്ള ആസ്പിരിൻ, ക്ലോപ്ലെറ്റ് മുതലായ മരുന്നുകളോ അലിയിക്കാനുള്ള മരുന്നുകൾ, വാർഫ് പോലത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. ഇപ്പം നോർമൽ സാഹചര്യങ്ങളിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വീണ്ടും വരാറില്ല യൂഷ്വലി. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതുണ്ടോ സ്ട്രോക്ക് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം? അതോടൊപ്പം തന്നെ ഒരു സ്ട്രോക്ക് ഒരിക്കൽ വന്ന ആൾക്ക് ആ ഒരു അടുത്ത ഒരു വർഷത്തിനിടയിൽ വീണ്ടും ഈ അവസ്ഥ തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ മരുന്നുകൾ കൃത്യമായി കഴിക്കണം, അതോടൊപ്പം പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വീണ്ടും വരാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വരാണ്ടിരിക്കാനാണ് ഈ ആസ്പിരിൻ, ക്ലോപ്ലെറ്റ് മുതലായ മരുന്നുകൾ തുടങ്ങുന്നത്. അപ്പോൾ അത് ലൈഫ് ലോങ് എന്നെ കഴിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ കുറച്ച് കൊല്ലം കഴിച്ചു കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ആലോചിച്ച് ആ മരുന്ന് നിർത്തിക്കളയുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനത്തെ പലരും വീണ്ടും ഒരു രണ്ടാമത്തെ സ്ട്രോക്കായിട്ട് തിരിച്ചു വന്ന് കാണാറുണ്ട്. അപ്പോൾ അത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഡോസ് ചെറുതായിട്ട് കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കണം. പിന്നെയുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്, നമ്മുടെ ജീവിതശൈലി നിയന്ത്രണം. അപ്പോൾ തീർച്ചയായും കാർഡിയക് അസുഖങ്ങളിലും ഷുഗറിലും ഒക്കെ പറയുന്ന പോലെ തന്നെ സ്ട്രോക്ക് വരാതിരിക്കാനും ലൈഫ് സ്റ്റൈൽ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഡയറ്റാണ്. വളരെ എണ്ണമയമുള്ളതും ഉപ്പുള്ളതുമായുള്ള ആഹാര പദാർത്ഥങ്ങൾ നിയന്ത്രിക്കണം. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സ് മുതലായ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം. നമ്മുടെ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യണം. ഒരു 15 മിനിറ്റെങ്കിലും ഒരു വേർക്കുന്ന രീതിയിൽ ഒരു നടത്തം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലൈറ്റ് എക്സസൈസ് മിനിമം ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു നോർമൽ ലൈഫ്. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സജിത്ത് ഉണ്ട്. സജിത്ത്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ. ഹലോ മാഡം. ഹലോ. സർ സംസാരിച്ചോളൂ. ഹലോ. എന്റെ കൈക്ക് ഇങ്ങനെ വിരല് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, ഒരു ചെറിയൊരു മരയിൽ പോലെ. അത് ഒരു മരയിൽ പോലെയാണ്, വിരല് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. കഴുത്തിലാണോ? കഴുത്തിലല്ല, ലെഫ്റ്റ് കയ്യിലാണ്. ഓക്കെ. അത് സ്ഥിരമായിട്ടുള്ളതാണോ? എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു 2 ആഴ്ചയായി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പൊ അത് വെയിനിന്റെ ഒരു കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. നോർമലി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ തരിപ്പും ആക്ച്വലി ഓക്കെ തലേന്ന് ഉത്ഭവിക്കണമെന്നായിരിക്കില്ല. നമുക്ക് പുറമേയുള്ള ഞരമ്പുകൾ, അതായത് നെർവ്സിൽ കേട് വരുമ്പോൾ കയ്യിലേക്ക് തരിപ്പ് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ റെയർലി നമ്മുടെ കഴുത്ത് വേദന, ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിലും കയ്യിലേക്ക് തരിപ്പ് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് പരിശോധിച്ചതിന് ശേഷം കറക്റ്റായിട്ട് അത് ചികിത്സിക്കേണ്ടതായിട്ട് വരും. സജിത്ത്, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് സ്ട്രോക്ക് ഒരു പെട്ടെന്ന് വരുന്നൊരു അവസ്ഥയാണ്, പെട്ടെന്ന് വരുന്ന കുറേ സിംറ്റംസ് ആണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ദീർഘകാലമായി നിലനിൽക്കുന്ന തരിപ്പായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വരുന്ന എന്തെല്ലാം തരം ലക്ഷണങ്ങളെയാണ് നമ്മൾ സ്ട്രോക്കിൻ്റെതാണ് എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോക്ക് ആക്ച്വലി 2 തരമാണുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഇഷ്കീമിക് സ്ട്രോക്ക്, അതായത് രക്തധമനികൾ അടഞ്ഞു വരുന്ന സ്ട്രോക്കാണ് ഒരു തരം. രണ്ടാമത്തത് ഈ രക്തക്കുഴലിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹെമറേജിക് സ്ട്രോക്ക് അത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു തലവേദന, അത് സഡനായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുക. അതിനുശേഷം കയ്യിലേക്കോ കാലിലേക്കോ വളരുന്ന തളർച്ച, ഒരു സൈഡ് കുഴഞ്ഞു പോകുന്നു, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഖം കോടിപ്പോവുക, ഇതൊക്കെയാണ് നമ്മൾ കോമണായി കണ്ടുവരാറുള്ള സിംറ്റംസ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വിട്ട് ചില ഓഡ് സിംറ്റംസ് കാണാറുണ്ട്. അതൊന്ന്
ഇതുമാതിരി നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ബാലൻസ് നഷ്ടപ്പെടുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെം, അതായത് ബ്രെയിനിൻ്റെ ബാക്കിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ ചിലപ്പോൾ വെറും തലകറക്കമായിട്ട് അത് പ്രത്യക്ഷപ്പെടാം. പിന്നെ ചിലപ്പോൾ ഒരു വശത്തേക്കുള്ള കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ രണ്ടായി കാണുക, അല്ലെങ്കിൽ വായിക്കാനോ സംസാരിക്കാനോ പറ്റുക. ചിലപ്പോൾ ഭാഷകളിലുള്ള വ്യത്യാസമായിരിക്കാം. നമുക്കിപ്പോൾ ഭാഷ മനസ്സിലാക്കാനും വർത്താനം പറയാനും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഇങ്ങനെ പലതരം സിംറ്റംസ് ആയിട്ടും സ്ട്രോക്ക് പ്രത്യക്ഷപ്പെടാം. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് വസന്തകുമാരി എന്ന പ്രേക്ഷകയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ മാം, ഞാൻ എന്റെ മോൾക്ക് ചോദിക്കുന്നത്, മോളുടെ ഒരു തലവേദന വരും, സെൻട്രൽ ഭാഗത്ത് ഒരു തലവേദന വരും. അത് കഴിഞ്ഞാൽ ഇച്ചിരി വലതുവശത്തേക്ക് പോയിട്ട് വലത്തെ കണ്ണ് കുറച്ച് ചെറുതായിട്ട് അങ്ങനെ ഒരു വിറയുണ്ട്. അങ്ങനെ കണ്ണിന്റെ ഈ ഭാഗം ഒരു വിറയുണ്ട്. അതെന്താണെന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചു. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ ഒപ്പം ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഒരു ക്ഷീണം വരും. അപ്പൊ ഇത്തിരി കൂടിയിട്ട് സംസാരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. തലവേദന നല്ല ഉണ്ടാവാറുണ്ട്. മാത്രമേ തലവേദന ഉണ്ടാവും. CT സ്കാനിങ് അത് ആരെങ്കിലും കാണിച്ചിരുന്നോ? ഇത് ചെയ്തിരുന്നോ? CT സ്കാനിങ് എടുത്തതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ. മരുന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നോ തലവേദനയ്ക്കായിട്ട്? മരുന്നൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അവര് മരുന്നൊന്നും തന്നില്ല. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് മരുന്നൊന്നും തന്നില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് കണ്ടപ്പോ ഞാൻ വിളിച്ചത്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലവേദനകളുടെ ചില കാരണങ്ങൾ, ഇപ്പൊ മൈഗ്രെയിൻ ആവാം, അല്ലെങ്കിൽ വേറെ ചില തലവേദനകൾക്കൊക്കെ എപ്പോഴും CTയിലോ MRIയിലോ പ്രശ്നം കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ തലവേദന തടയാനുള്ള എന്തെങ്കിലും മരുന്ന് കറക്റ്റായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു തലവേദനയാണെങ്കിൽ ഒന്നുകൂടി ഡോക്ടറെ കണ്ട് അതിനുവേണ്ടി മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രൊഫസർ ഡോക്ടർ മേരി ആനാണുള്ളത്. ഡോക്ടർ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിൽ എത്രയും പെട്ടെന്ന് സമയം ഒട്ടും വൈകാതെ സ്ട്രോക്ക് ചികിത്സിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഒരു സ്ട്രോക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, ഇങ്ങനത്തെ ഒരു സിംറ്റം കാണുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് പതിവ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ തലയുടെ സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കുകയില്ല. പിന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിരിക്കും. ആ ഒരു ടൈം പീരീഡ്, അതായത് നമ്മുടെ 4.5 മണിക്കൂറാണ് ഈ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ അലിയിക്കാനുള്ളൊരു സമയപരിധി പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് കൊടുത്താലും പ്രത്യേകിച്ച് ഗുണമൊന്നും ആ രോഗിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ CT സ്കാൻ, മിനിമലി CT സ്കാൻ, അപ്പോൾ അറ്റ്ലീസ്റ്റ് അലിയിക്കാനുള്ള മരുന്നും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സ്ട്രോക്ക് 2 തരമാണുള്ളത്. അപ്പോൾ നമുക്ക് CT സ്കാൻ എടുത്താലാണ് നമുക്ക് അത് ഈ ഇഷ്കീമിക് ആണോ അതോ ഈ രക്തസ്രാവം കൊണ്ടുള്ള സ്ട്രോക്കാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ ഈ ഇഷ്കീമിക് സ്ട്രോക്കിനാണ് നമ്മൾ ഈ അലിയിക്കാനുള്ള ത്രോംബോലൈസിസ് എന്ന മരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ കാരണം നമ്മളിപ്പോൾ ഒരു കുറച്ചുകൂടി വലിയ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് MRI ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്കാനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രക്തക്കുഴലിൽ കാര്യമായ ഈ രക്തക്കട്ടകളുണ്ടോ ഇങ്ങനത്തെ നോക്കാനുള്ള MRI ആൻജിയോഗ്രാം സൗകര്യം കൂടി ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻറ്ററിലേക്ക് എത്തുകയാണ് എപ്പോഴും സ്ട്രോക്കിൻ്റെ ഇനീഷ്യൽ ചികിത്സയ്ക്ക് ഏറ്റവും നല്ലത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് വർക്കലയിൽ നിന്ന് നാരായണൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ
ഹലോ മാഡം നമസ്കാരം. പിന്നെ എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് 2020 സ്ട്രോക്ക് വന്നതാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഈ കാല് ഇടത് കാലില് അങ്ങ് ഒരു അറ്റം കംപ്ലീറ്റ് വേദനയാണ്. എന്താണെന്ന് അറിയില്ല. പക്ഷെ എവിടെയായിട്ടാണ്? മുട്ടിന്റെ ഭാഗത്താണോ? എങ്ങനെയാണ് വേദന? മുട്ടിന്റെ ഭാഗത്തില്ല, അവിടെ പാദം തൊട്ട് ചട്ടം വരെ. അറ്റം വരെ ഉണ്ടോ? വേറെ ബലക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പുറം വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ കാലുകൾക്കുള്ള ഞരമ്പ് എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോഴും വേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം. അത് സ്ട്രോക്കിന്റെ പ്രശ്നമായിരിക്കണമെന്നില്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നോക്കി വേദനയ്ക്ക് എന്തെങ്കിലും മരുന്ന് എടുക്കേണ്ടതായിട്ട് വരും. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് ഇനി സംസാരിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഈ അസുഖം വരാൻ സാധ്യത കൂടുതലുള്ളത്? ഇപ്പോൾ പലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇതുവരെ ഇപ്പോൾ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്കൊക്കെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മുടെ ചില ജീവിതശൈലി തകരാറുകൾ, പുകവലി പോലെയൊക്കെ ഉള്ളവർക്കും ഇതിനുള്ള സാധ്യത കൂടുതലല്ലേ? അതൊന്ന് വിശദമാക്കാമോ? അതായത് നമ്മളിത് പല കാരണം കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാവാം. ആദ്യത്തെ കാരണം അമിതമായ BP ആണ്. അപ്പോൾ നമ്മൾ BP തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. അത് കറക്റ്റായിട്ട് മെഡിക്കേഷൻ എടുക്കണം. പിന്നെ ഉപ്പ് അധികമുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കൊളസ്ട്രോൾ കൂടുന്നതാണ്. അപ്പോൾ എണ്ണമയമുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെ ജീവിതശൈലി പ്രശ്നങ്ങൾ, അപ്പോൾ ഒരു എക്സസൈസ് ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ഈ കൊളസ്ട്രോൾ മുതലായ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കാം. അപ്പോൾ നമ്മൾ തീർച്ചയായും അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും ദിവസം എക്സസൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കാർഡിയോളജിക്കൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മൾ കാർഡിയോളജിക്കൽ പ്രശ്നങ്ങളും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് നേടാൻ ഉറപ്പുവരുത്തണം. പിന്നെ വളരെ റെയറായിട്ടാണ് ചെറുപ്പം ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് പലപ്പോഴും സ്ട്രോക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വേറെ പല കാരണം കൊണ്ടും ഈ സ്ട്രോക്ക് വരാം. ഉദാഹരണത്തിന് ഈ വാദസംബന്ധമായ രോഗങ്ങളോ അതോ ഈ രക്തത്തിലത്തെ പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ശ്യാമള എന്ന പ്രേക്ഷക കൂടിയുണ്ട്. മാം സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എനിക്ക് ഇടയ്ക്ക് തലകറക്കം വരാറുണ്ട്. തലകറക്കം. അപ്പൊ അത് 2-3 ദിവസം നിൽക്കും. ഛർദിയൊക്കെ വരാറുണ്ട്. അപ്പൊ കാലിന്റെ അത് തലയുടെ പൊസിഷൻ മാറുമ്പോഴാണോ അധികം? അതെ, അത് കാരണം ഇടയ്ക്കിടയ്ക്ക് വരും തലകറക്കാം. അപ്പൊ അത് കാരണം മരുന്ന് സ്ഥിരം കഴിക്കുന്നുണ്ട് ഞാന്. പിന്നെ കാലിന് ഉപ്പിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ സാധാരണ നമ്മൾ അതാണ്, നമുക്ക് എപ്പോഴും തലകറക്കം കേൾക്കുമ്പോൾ സ്ട്രോക്ക് ആണോ എന്നൊരു പേടി ഉണ്ടാവും. അപ്പം നമ്മൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്രെയിൻ സ്റ്റെമ്മിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ അത് ഉണ്ടാകാം. അപ്പോൾ ഈ രക്തക്കുഴലുകളിലെ ആ രക്തോട്ടം ഡോപ്ലർ മുതലായവ ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ കോമണായി വരാറുള്ളത് വെർട്ടിഗോ അഥവാ ഇയർ ബാലൻസ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അപ്പോൾ അതിലാണ് സാധാരണ നമ്മുടെ തലയുടെ മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ തലകറക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഇയർ ബാലൻസിൻ്റെ മരുന്ന് കഴിക്കുകയും ആ ഇയർ ബാലൻസ് ശരിയാവാനുള്ള എക്സസൈസുകളും പഠിച്ചെടുത്ത് അത് നിത്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് മുക്തി നേടാനാകും. മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ചികിത്സയിലിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോക്കിനെ അതിജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ട്രോക്കിൻ്റെ സിംറ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കോഡ് എന്ന് പറയുന്നത് ബി ഫാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാലൻസിൻ്റെ പ്രശ്നം, ഐ മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം, പിന്നെ നമ്മുടെ മുഖവും അതായത് കൈ തളരുക,
അല്ലെങ്കിൽ ഒരു സൈഡ് എസ് കുഴയുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈം, അതായത് ടി, ബി ഫാസ്റ്റിലെ ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചികിത്സ നേടാൻ സാധിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ രക്തക്കുഴലിൽ നിന്ന് കട്ട മാറ്റാനുള്ള സംവിധാനങ്ങളും അലിയിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്കത് നേടുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഏറെക്കുറെ സ്ട്രോക്ക് വർദ്ധിക്കാതെ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലി നിയന്ത്രണങ്ങളും പിന്നെ BP ഷുഗർ കൺട്രോളും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രോക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി തുടങ്ങുകയും കറക്റ്റായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും വേണം. വ്യക്തമാണ് ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാണ്. വളരെയധികം നന്ദി. വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്.